പട്ടികജാതി വിഭാഗക്കാരായ നാഗനും സുശീലയും തോട്ടം തൊഴിലാളികളാണ്. ഇവർക്ക് സർക്കാർ ആദ്യം അനുവദിച്ച വീട് തറയിലൊതുങ്ങി. പിന്നീട് നഗരസഭ ഭവന പൂർത്തീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീണ്ടും തുക അനുവദിച്ചു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരൻ പണവുമായി മുങ്ങി. ആ ജോണിക്ക് കൊടുത്തതുണ്ട്, നല്ല ആളെന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. നോക്കുമ്പോൾ ഇയാൾ പൈസയും പറ്റിച്ചിട്ട് പോയി. ഒരു 75,000 പിന്നെ ഒരു 50,000 അങ്ങനെ പൈസ. പലതവണ ആവശ്യപ്പെട്ടെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാറുകാരൻ തയ്യാറായില്ല. കൽപ്പറ്റ പോലീസിലും ഇവർ പരാതി നൽകി. എന്നാൽ കരാറുകാരന് പണം നൽകിയതിന്റെ തെളിവുകളൊന്നും ഈ പാവങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ തീർത്തുതരാൻ പറഞ്ഞിട്ട് അയാൾ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിൽ. ആ തീർത്ത് കൊടുക്കാൻ പിന്നെ കർക്കിടക മാസം വരെ ഞങ്ങൾ അങ്ങനെ കർക്കിടക മാസം എത്ര കഴിഞ്ഞു? കുറേ മാസമായില്ലേ. പിന്നെ ജോണിനെ ഈ ടൗണിൽ കൂടി തന്നെ കാണുന്നില്ല. നാഗൻ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റിലെ മുറിയിലാണ് ഇപ്പോൾ ഇവരുടെ താമസം. ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന ഇരുവർക്കും ഒരു പിടിയുമില്ല. നാഗന്റെയും സുശീലയുടെയും വീട് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കരാറുകാർ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് പാതി വഴിയിലായ വീടുകൾ അനവധിയുണ്ട് വയനാട്ടിൽ. പ്രജോഷ് കുമാറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.